ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ, ജിഹാദ് ലബാദ് എന്നിവർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടെന്നും സേനയിലെ മറ്റു ചിലർക്ക് പരിക്കേറ്റെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നു. വെടിനിർത്തൽ ചർച്ചയ്ക്കായെത്തിയ നേതാക്കൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മുതിർന്ന നേതാക്കൾ സുരക്ഷിതരാണെന്നും പോരാട്ടം തുടരുമെന്നും ഹമാസ് അറിയിച്ചു. ആക്രമണം ഭീരുത്വമെന്നും പരമാധികാരത്തിനുള്ള മേലുള്ള കടന്നുകയറ്റമെന്നുമാണ് ഖത്തർ പ്രതികരിച്ചത്. ജെറുസലേം വെടിവയ്പ്പിന് മറുപടിയെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ആക്രമണത്തെ അറബ് രാജ്യങ്ങളും ബ്രിട്ടനും ഫ്രാൻസും അപലപിച്ചു. ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു. ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നുവെന്ന് അമേരിക്കയും പറയുന്നു. അതിനിടെ ഗസയിൽ ഇസ്രായേൽ സൈനികരെ ഹമാസ് വധിച്ചു. ഇസ്രായേലിന് നേരെ യമന്റെ ആക്രമണം തുടരുകയാണ്. പേരുകളുമായി ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ഉണ്ട്. ദുബൈയിൽ നിന്ന് MC നാസറും ഒപ്പം സൗദിയിൽ നിന്ന് അഫ്തബ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം MC നാസറിലേക്ക്. നാസർ, അല്പസമയം മുൻപായിരുന്നു ഈ വാർത്താ സമ്മേളനങ്ങൾ നടന്നിരുന്നത്. ഖത്തറിനെ സംബന്ധിച്ച് സൈനികനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിരവധി സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഖത്തർ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചത്? ദോഹയിലെ നയതന്ത്ര കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വസതികൾ നിലനിൽക്കുന്ന ഒരു സിവിലിയൻ കേന്ദ്രം കൂടിയാണ് ഇവിടെ. അവിടേക്കാണ് ഈ നിരവധി പോർവിമാനങ്ങളിൽ വന്ന് 11ഓളം മിസൈലുകൾ അയച്ചുകൊണ്ട് ഏറ്റവും കിരാതമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒക്കെയും പ്രത്യക്ഷത്തിൽ ഈ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഗൾഫിലേക്ക് ഉണ്ടായിരുന്നില്ല. അതിനാണ് ഇന്നിപ്പോ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അവർ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വിശദീകരിക്കുന്നത് ഇത് ഹമാസിനെതിരായിട്ടുള്ള ഒരു നീക്കം മാത്രമാണ്, തങ്ങൾ സ്വതന്ത്രമായി തന്നെ കൈക്കൊണ്ട ഒരു തീരുമാനമാണ് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്ക സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് ഹമാസിന്റെ നേതാക്കൾ ഇന്ന് കൂടിയാലോചനയ്ക്ക് ഖത്തറിൽ ഇരുന്നത്. ആ ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം നടന്നത്. അതിനുശേഷം നെതന്യാഹുവും മറ്റും പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിൽ തന്നെ തികഞ്ഞ വൈരുദ്ധ്യമുണ്ട്. ഇത് ഹമാസിനെതിരായിട്ടുള്ള ആക്രമണമാണ്, നേരത്തെ തന്നെ തങ്ങൾ ഇത് പ്രഖ്യാപിച്ചതാണ് എന്നതൊക്കെ പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇന്നലെ ജെറൂസലമിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ അതിനുള്ള ഒരു പ്രത്യാക്രമണം കൂടിയാണ് ഈ ആക്രമണം എന്ന് പറയുന്നു. തുടർന്ന് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ വിവരം വളരെ കൃത്യസമയത്ത് തന്നെ അമേരിക്കയെ അറിയിച്ചിരുന്നു എന്ന ഒരു വിശദീകരണം കൂടി ലഭ്യമാകുന്നു. വൈറ്റ് ഹൗസും അത് സ്ഥിരീകരിക്കുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഖത്തറിനെ മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നടുക്കമുണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഇത്രയും കാലം തങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ആ വൻശക്തി രാജ്യം തങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന സുരക്ഷയിൽ പിഴവുകൾ സംഭവിച്ചോ എന്ന ചോദ്യം അറബ് പൊതുസമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഖത്തറിന്റെ വിദേശകാര്യ വകുപ്പിന്റെ പ്രസ്താവന ഇന്ന് രാത്രി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രകാരം ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ടും ഖത്തർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവത്തിന് കുറെ കൂടി വ്യാപ്തിയും കുറെ കൂടി വലിയ മാനവും കൈവരികയാണ്. കാരണം ഹമാസിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഒരു ഗൾഫ് മേഖലയിലുള്ള ഒരു സൈനികനെ പോലും വകവരുത്തുമാർ ഇസ്രായേൽ അതിന്റെ വ്യാപ്തി, അതിന്റെ സംഘർഷ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണിത്. കാരണം നേരത്തെ ലെബനാനിലും സിറിയയിലും ജോർദാനിലും ഒക്കെ ഒതുങ്ങി നിന്നിരുന്ന, യമനിലും ഒതുങ്ങി നിന്നിരുന്ന ഈ ആക്രമണത്തിന്റെ വ്യാപ്തി ഗൾഫ് മേഖലയിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ ആക്രമണത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഖത്തർ കൈക്കൊള്ളുന്ന എല്ലാ നീക്കങ്ങൾക്കും, അത് ഏതർത്ഥത്തിലുള്ള നീക്കങ്ങളായാലും അതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് GCC രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ 57 അംഗ മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവേദിയായ OIC-യും അറബ് ലീഗും ഒക്കെ അതേ വികാരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പിന്തുണ അറിയിക്കുക മാത്രമല്ല
ഇനി ഖത്തർ സ്വീകരിക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. കാരണം ഈ ഇത്രയും മാസങ്ങൾ നീണ്ടുനിന്ന 23 മാസത്തിലധികമായി നീണ്ടുനിന്ന ഗസയിലെ വംശഹത്യ പരിഹരിക്കാൻ, ആ പ്രതിസന്ധി തീർക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായിട്ട് നിലയുറപ്പിച്ച ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. നമുക്കറിയാൻ സാധിക്കും, ദോഹ കേന്ദ്രീകരിച്ച് നിരവധി തവണ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളൊക്കെയും ഒരു നിർണായക വിജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ വളരെ ഏകപക്ഷീയമായിട്ട് ആ കരാറുകളിൽ നിന്ന് പിൻവാങ്ങുകയും അതിനെ അട്ടിമറിക്കാനും ശ്രമിച്ച ഒരു നേതാവ് കൂടിയാണ് നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ ഭേദഗതി നിർദ്ദേശം, അത് ഹമാസ് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഹമാസിന്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഈ യുദ്ധം അതോടുകൂടി അവസാനിക്കും എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം പിന്നെ ഇസ്രായേൽ നേതൃത്വം, നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും ഈ ആക്രമണ പദ്ധതി ആവിഷ്കരിച്ചത് എന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. കാരണം ഒരു നിലയ്ക്കുള്ള സമാധാനവും ഈ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ അരക്ഷിതാവസ്ഥയും പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സാഹചര്യവും നിലനിൽക്കണമെന്ന് നേരത്തെ മുതൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ അധികാരം അരക്കെട്ടുറപ്പിക്കാൻ മാത്രമല്ല, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കൂടുതൽ അറബ് പ്രദേശങ്ങൾ കൈയടക്കിക്കൊണ്ട് ഇസ്രായേലിനെ വികസിപ്പിക്കാനുള്ള വളരെ ഗൂഢമായിട്ടുള്ള ഒരു അജണ്ടയുടെ കൂടി പ്രയോഗവൽക്കരണമാണ് പിന്നിട്ട മാസങ്ങളിലൊക്കെ. അത് ഗസയിൽ മാത്രം പരിമിതപ്പെടുന്നുമില്ല, അത് വെസ്റ്റ് ബാങ്കിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഈ ഒരു രാഷ്ട്രം വികസിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് നെതന്യാഹുവിന്റെ സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന് പൂർണ്ണ പിന്തുണ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖത്തറിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതായിരിക്കും ഇനി എല്ലാവരും